എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വള്ളംകളിക്കുള്ള പ്രത്യേകത എന്താണ്? ഒന്ന്, തിരുവോണക്കാലത്ത് നടക്കുന്നു. തിരുവോണത്തിന്റെ പ്രത്യേകത എന്താണ്? അത് എല്ലാവരുടെയും ഉത്സവമാണ്. ജാതി മത വർഗഭേദമെന്നെ മനുഷ്യരുടെ ഉത്സവം. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ, എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കണ്ട് ഒന്നുപോലെ കരുതി യാതൊരു വിവേചനവുമില്ലാത്ത സമത്വ സുന്ദരമായ ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന ഓർമ്മയാണ് ഈ തിരുവോണം നമുക്ക് നൽകുന്നത്. അത്തരം ഒരു നല്ല നാളെ ഉണ്ടാകുവാൻ വേണ്ടി ഉള്ള നമ്മുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ ഭാഗം കൂടാണ് ഒരു ദിവസമെങ്കിലും അതൊന്ന് സാക്ഷാത്കരിക്കുക. അത് വള്ളംകളിയാണ് നടത്തിത്തരുന്നത്. ഈ വള്ളംകളി ദിവസം എല്ലാവരും ഒന്നുപോലെ, ഇവിടെയും ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അല്ലെങ്കിൽ പിന്നെ ഈ സ്റ്റേജിൽ വന്ന് നോക്കിയ മാത്യു ടി തോമസും ഉണ്ട്, ഞാനും ഉണ്ട്. വേറെ വല്ല സ്റ്റേജിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? രാജു അബ്രഹാം ഞാനും ഉണ്ട്, പറ്റുമോ? ഈ സ്റ്റേജ് എല്ലാവരും. അപ്പോൾ തിരുവോണത്തിന്റെ ആ ഓർമ്മ പുതുക്കാൻ കിട്ടിയ ഏക അവസരം ജലോത്സവമാണ്, വള്ളംകളിയാണ്. എല്ലാവരും ബാക്കി ഏത് പരിപാടിയായാലും ഒന്നീ ജാതിയുടെ, ഒന്നീ മതത്തിന്റെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ. അപ്പോൾ തിരുവോണത്തിലെ ഈ വള്ളംകളികൾ മനുഷ്യരുടേതാണ്, ജനങ്ങളുടേതാണ്, നമ്മുടേതാണ്. അതാണ് ഈ വള്ളംകളിയുടെ പ്രത്യേകത. അതുകൊണ്ട് നാം എല്ലാവരും ഒരുമിച്ച് ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്നു. ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. കായിക താരങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന VIP-കളെ എല്ലാവരെയും, VIP-കളും VIP-കളായിരിക്കുന്നവരും അല്ലാതെ ഇവിടെ ഇരിക്കുന്നവരും ആണെന്ന് കരുതുന്നവരുമായ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ വള്ളംകളി അങ്ങേയറ്റം വിജയിക്കട്ടെ. എല്ലാ വർഷവും ഇത് ഭംഗിയായി നടത്തുവാൻ ഈ വള്ളംകളി കമ്മിറ്റിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാം. ഞാനും ശ്രീ വിക്ടർ ടി തോമസ് പറഞ്ഞതിനോട് യോജിക്കുന്നു. അതായത് ഈ ജലോത്സവത്തിന് ഗവൺമെന്റുകൾ വേണ്ടവണ്ണം പ്രോത്സാഹനം നൽകുന്നില്ല. അത് നമ്മുടെ തോമസ് ചാണ്ടി MLA-യും പറഞ്ഞു കഴിഞ്ഞതാണ്. അത് എന്താ കാരണമെന്ന് വെച്ചാൽ ഈ കായിക ഏതൊക്കെ സ്പോർട്സ്, ഏതൊക്കെ ഗെയിംസ് ഒക്കെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതെന്നൊക്കെ മിക്കവാറും തീരുമാനിക്കുന്ന അങ്ങ് ഡൽഹിയിലാണ്. അവിടെ വള്ളംകളി വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ വള്ളംകളി ഉള്ള കേരള സംസ്ഥാനത്തെ ഗവൺമെന്റ് ഇപ്പോൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ സഹായം ഈ വള്ളംകളിക്ക് നൽകണമെന്നാണ് എന്റെ ആവശ്യം. ആ ചുമതല കേരള ഗവൺമെന്റിനെ അറിയിച്ച് നടപ്പാക്കുവാൻ ശ്രീ മാത്യു ടി തോമസിനെയും രാജു അബ്രഹാമിനെയും ഞാൻ ചുമതലപ്പെടുത്തുകയാണ്. അവർ തോമസ് ചാണ്ടിയെ ചുമതലപ്പെടുത്തുക. അടുത്ത വർഷം, ഈ വർഷം നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് ലഭിച്ചതിനേക്കാൾ അതിന്റെ ഇരട്ടി ഗ്രാന്റെങ്കിലും അടുത്ത വർഷം വാങ്ങിത്തരാൻ നിങ്ങൾ 3 പേര് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ആന്റണി ഇവിടെ MP കൊണ്ട് വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന് ആലപ്പുഴയിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം അവിടെയാണ് കൊടുക്കുന്നത്. ആന്റണി പറഞ്ഞു ഞാൻ പറയുന്ന തുക കൊടുക്കുമെന്ന്. അപ്പോൾ എന്തായാലും ഒരു 5 ലക്ഷം രൂപ കുറയാതെ കൊടുക്കുമെന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ അത് പറയും. അതെ, കാര്യം നടക്കുമെന്ന് ഉറപ്പില്ലാത്ത കാര്യം ഞാൻ പറയത്തില്ല. ആന്റോണിയിൽ തന്നെ അത് പറയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ ജലോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. സാറിന്റെ വാക്ക് മാനിച്ചുകൊണ്ട് പോലീസ് നിർമ്മാണത്തിന് 15 ലക്ഷം രൂപ അനുവദിച്ചായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ മുഖ്യ സന്ദേശം നൽകുന്നതിനും ഓണ സന്ദേശം നൽകുന്നതിനും ബഹുമാനപ്പെട്ട MK പ്രേമചന്ദ്രൻ MP. ബഹുമാന്യനായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ തോമസ് ചാണ്ടി MLA, ഈ ജലമേളയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട രാജ്യസഭാ ഉപാധ്യക്ഷൻ ശ്രീ PJ കുര്യൻ സാർ അവர்கள், പ്രിയപ്പെട്ട പാർലമെന്റ് അംഗം ശ്രീ ആന്റണി MP, MLA-മാരായ ശ്രീ മാത്യു ടി തോമസ്, ശ്രീ രാജു അബ്രഹാം,
സംഘാടക സമിതിയുടെ കൺവീനർ ശ്രീ വിക്ടർ ടി തോമസ്, രക്ഷാധികാരി ശ്രീ വർക്കി അബ്രഹാം ഉൾപ്പെടെ ഈ വേദിയിലും ഇരു കരകളിലുമായി തടിച്ചുകൂടിയിട്ടുള്ള ജലോത്സവ പ്രേമികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു ദീർഘമായ സംസാരത്തിന് ഞാൻ ഈ അവസരം മുതിരുന്നില്ല. നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന ജലോത്സവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പമ്പ ജലോത്സവത്തിൽ ഇതിനു മുമ്പും മന്ത്രിയായിരുന്ന സമയത്ത് പങ്കെടുക്കാനും സാക്ഷ്യം വഹിക്കാനും അവസരം ലഭിച്ചിട്ടുള്ളത് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് ഈ അവസരം മുതിരുന്നില്ല. നന്മയുടെയും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെയും കേരളീയ തനിമയുടെ ഒരുമയുടെയും ഐക്യത്തിന്റെയും പ്രതീകമായ ഓണത്തിന്റെ നന്മ നിറഞ്ഞ 1000 ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഈ ജലോത്സവവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതിയുടെ കൺവീനർ വിക്ടർ ടി തോമസ് ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ച അഭിപ്രായത്തോട് ഞാനുണ്ട് സാറേ 100% യോജിക്കുകയാണ്. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം, കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം ഏതാണ്ട് 1 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ഏറ്റവും വലിയ ജലോത്സവമാണ് സംസ്ഥാനത്ത് നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ. അത് നടത്തുന്നതിന്റെ സംഘാടക ബുദ്ധിമുട്ടും പ്രയാസവും നല്ലതുപോലെ അതിന്റെ ചെയർമാൻ എന്ന നിലയിൽ അനുഭവിക്കുന്ന ഒരാളെന്ന നിലയിൽ ബഹുമാനപ്പെട്ട PJ കുര്യൻ സാർ മുൻകൈയെടുത്താൽ MLA-മാരോട് പറയുന്നത് പോലെ തന്നെ കുര്യൻ സാറ് മധ്യതിരുവിതാംകൂറിന്റെ തന്നെ ജലോത്സവത്തിന്റെ രക്ഷകർത്താവെന്ന് പൊതുവെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട കുര്യൻ സാർ മുൻകൈയെടുത്ത് സംസ്ഥാനത്തെ മുഴുവൻ ജലോത്സവങ്ങൾക്കും ടൂറിസം വകുപ്പിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യേക ഗ്രാന്റോ അഡീഷണലായി ലഭ്യമാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ ഒരു തീരുമാനം, നയപരമായ ഒരു തീരുമാനം കൈക്കൊള്ളണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആലപ്പുഴ നെഹ്റു ട്രോഫി ജലോത്സവത്തിന് രമേശ് ചെന്നിത്തല മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഏതാണ്ട് 50 ലക്ഷം രൂപയാണ് രമേശ് ചെന്നിത്തല അവിടെ പ്രഖ്യാപിച്ചത്. സമാനമായ വള്ളംകളികൾക്ക് അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായവും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു പൊതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേഡ് നിശ്ചയിച്ചുകൊണ്ട് ആ ജലോത്സവങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ രക്ഷകർത്താവ് എന്ന നിലയിൽ സാർ തന്നെ മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഓണാശംസകൾ നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ ഒട്ടുവേണം, കുഴൽ വേണം, കുരവ വേണം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ ഒട്ടുവേണം, കുഴൽ വേണം, കുരവ വേണം. വരവേൽക്കാനാള് വേണം, കൊടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. കറുത്ത ചിറകു വെച്ചൊരരയെന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. തോൽവി എന്തെന്നറിയാത്ത, തലതട്ടനറിയാത്ത കാവാലം ചുണ്ടനിത ജയിച്ചു വന്നു. തോൽവി എന്തെന്നറിയാത്ത, തലതട്ടനറിയാത്ത കാവാലം ചുണ്ടനിത ജയിച്ചു വന്നു. പമ്പയിലെ പൊന്നോളങ്ങൾ ഓടി വന്നു പുണരുന്നു, തങ്കവയിൽ നെറ്റിയിന്മേൽ പൊട്ടുകുത്തുന്നു. തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു, തെങ്ങൽ വന്നു വെഞ്ചാമരം വീശിത്തരുന്നു. ചമ്പക്കുളം പള്ളിക്കൊരു വള്ളംകളി പെരുന്നാള്, അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്. ചമ്പക്കുളം പള്ളിക്കൊരു വള്ളംകളി പെരുന്നാള്, അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്. കരിമാടിക്കുട്ടനിന്ന് പനി നിർത്താവടിയാട്ടം, കാവിലമ്മയ്ക്കുന്നു രാത്രി ഗരുഡൻ തൂക്കം. കുട്ടനാടൻ പുഞ്ചയിലെ
കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം വരവേൽക്കാനാള് വേണം കൊടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ചരിത്രകുറിച്ച് കാണിച്ചാൽ ഒന്നും രാജ്യയുടെ കടന്നു വരുമ്പോൾ ആരാണ് അവരെ അനുസരിച്ചിരിക്കുന്നത് 5 ലക്ഷം വോട്ടത്തെ പി.കെ. മധുവാണതിന്റെ ക്യാപ്റ്റൻ അങ്ങനെ കാണിച്ചാൽ 1-ാം റാങ്കിൽ കടന്നു വരുമ്പോൾ 2-ാം റാങ്കിൽ അവരമില്ല 3-ാം റാങ്കിൽ ചന്ദ്രക്കുളം എന്താണ് 2014 മുകളിൽ കല്ലിയന്തത്തിൽ നേടിയ ചന്ദ്രക്കുളത്തിന് ചരിത്രമുണ്ട് 89 90 91 94 95 96 98 2009 2014 9 തവണ മധുരക്കാർക്ക് നേടിയ ചന്ദ്രക്കുളം ആരാണ് അനുസരിച്ചിരിക്കുന്നത് ആരാണ് ക്യാപ്റ്റൻ അങ്ങനെ കാണിച്ചാലും ചന്ദ്രക്കുളവും തമ്മിലുള്ള അവിശ്വാസമായ ഒരു മത്സരം എന്നാൽ ഈ വെട്ടാരത്തിന്റെ പകുതി ഭാഗം കിടക്കുമ്പോൾ കിടക്കുന്ന
നമ്മുടെ മുൻ വർക്കിംഗ് പ്രസിഡന്റും കേരളത്തിന്റെ അഡീഷണൽ അഡ്വക്കേറ്റ് അംഗമായ അഡ്വക്കേറ്റ് ബാബു വർഗീസിനെ അനുമോദിക്കുന്നതിനും അദ്ദേഹത്തെ ആദരിക്കുന്നതിനും ബഹുമാനപ്പെട്ട റാബി എംഎൽഎ രാജീവ് അവരെ ക്ഷണിക്കുകയും ഈ നാടിന്റെ ഏറ്റവും പ്രിയകരമായ തോമസ് ചാണ്ടി എംഎൽഎ വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന സ്നേഹമുള്ള ജനപ്രതിനിധികൾ ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ രാജാക്കന്മാരെ കണ്ടാൽ നമുക്ക് എത്രമാത്രം മതിവരില്ല. അത്ര വലിയ ആകർഷമാണ്. വളരെ ഏറ്റവും ഭംഗിയായി ചിട്ടയായി താളത്തിനൊത്ത് ഏറ്റവും വേഗതയുടെ രാജാക്കന്മാരാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അപ്പുറ കുട്ടനാടിന്റെ ആണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആണെങ്കിലും അഭിമാനമാണ്. തീർച്ചയായിട്ടും ഇതിനെ എല്ലാ സംഘാടകരെയും ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു. പ്രിയപ്പെട്ട വിക്ടർ ടി തോമസ്, അതുപോലെ തന്നെ രാജേഷ് ചാത്തങ്കരി അടക്കമുള്ള എല്ലാ സംഘാടകരെയും ഞാൻ പ്രത്യേകം അതുപോലെ തന്നെ ശ്രീ റോക്കി എബ്രഹാം, അദ്ദേഹത്തെ എത്ര അനുമോദിച്ചാലും മതിയാവില്ല. ആ കടലിനക്കരെ നിന്നുകൊണ്ട് ഇവിടുത്തെ നീലേറ്റുപുറം വള്ളംകളി ഏറ്റവും മനോഹരമാക്കാൻ തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ഒരു വലിയ വ്യക്തിത്വമാണ് ശ്രീ റോക്കി എബ്രഹാം എന്ന് ഞാൻ എടുത്തു പറയുന്നു. എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. പിന്നെ ഏൽപ്പിച്ച കടമ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ ബാബു വർഗീസിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിൽ എനിക്ക് വളരെ ചരിതാർത്ഥ്യമുണ്ട്. ശ്രീ ബാബു വർഗീസിനെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഇതിന്റെ മുൻ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ +2 3 A+ വാങ്ങിയ പ്രിയപ്പെട്ട അശ്വതി ബോസിനെ ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. ഇവിടുത്തെ തടിച്ചുകൂടിയിരിക്കുന്ന ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഞാൻ ആദരവ് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുകയാണ്. റഞ്ജി മാത്യു, സീനിയർ മാനേജർ SBI. വള്ളംകളി കമ്മിറ്റിയുടെ മെമ്പറാണ്. അദ്ദേഹം വളരെ സഹായിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ തിരുവല്ല RDO ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സൽകുമാർ അടക്കം അങ്ങനെ എല്ലാ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ നേതാക്കന്മാർ അവരെല്ലാവരെയും പ്രത്യേകമായി ഈ സർവത്തിൽ അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്പോൺസർമാരെയും ഈ സർവത്തിൽ പ്രത്യേകമായി ഞാൻ സഭയ്ക്ക് അനുമോദിക്കുകയാണ്. ശ്രീരാജനും മഹാദേവ കഥയുടെ പേരായിരുന്നു. അതായത് കഥയുടെ പേരിൽ എല്ലാ സ്ഥാനങ്ങൾക്ക് മനോഹരമായ കാഴ്ചയിരിക്കുന്നത് പേരാശയം തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ വിശ്വാസത്തിന്റെ അനുഭവത്തിന്റെ വിനോദമാണ്. നീലേറ്റുപുറം പമ്പാചാരങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് വിനോദത്തോട്ടക്കാർ മാനിക്കാൻ